നമ്മുടെ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ കിടക്കുന്ന ഈ കറുത്ത മണൽ ലോകത്തിലെ പവർഫുൾ രാജ്യങ്ങൾ പോലും ശ്രദ്ധിച്ച റിസോഴ്സ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മൾ ദിവസവും കാണുന്ന ബീച്ച് ഒരിക്കൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ടെക്നോളജി പവറിന്റെ ഭാഗമാകുമെന്ന് ആരാണ് ചിന്തിച്ചിട്ടുള്ളത്? കേരളത്തിലെ ചില മണൽ തീരങ്ങളിലുള്ള മണൽ സാധാരണ മണലല്ല. അതിൽ നിന്ന് ഉണ്ടാകുന്നത് മൊബൈൽ ഫോൺ, ഫൈറ്റർ ജെറ്റ്, ന്യൂക്ലിയർ ടെക്നോളജി, ഈവൻ ഫ്യൂച്ചർ എനർജി. ലോകശക്തികൾ പോലും ശ്രദ്ധിച്ചിരുന്ന ഒരു രഹസ്യം അത് കേരളത്തിൻ്റെ തീരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. കൊല്ലം, ചവറ, ആലപ്പുഴ എന്നീ ഭാഗങ്ങളിൽ ചില കറുപ്പ് നിറമുള്ള മണലുകൾ കാണാറുണ്ട്. പക്ഷേ ആ മണലിൻ്റെ വില ചിലപ്പോൾ സ്വർണത്തിനേക്കാൾ കൂടുതലാകും. മോണക്സൈഡ്, റെയർ എർത്ത് എലമെന്റ്സ്, തോറിയം. റെയർ എർത്ത് എലമെന്റ്സ് എന്നത് ഇന്നത്തെ ടെക്നോളജിയുടെ ബാക്ക് ബോൺ ആണ്. നമ്മുടെ ഫോൺ, ഇലക്ട്രിക് വെഹിക്കിൾസ്, മിസൈൽസ്, സാറ്റലൈറ്റ്സ്, MRI സ്കാനേഴ്സ്, ഇവയിലെല്ലാം ഈ മിനറൽസ് ഉപയോഗിക്കുന്നു. പ്രശ്നം എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ റെയർ എർത്ത് സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോസ്റ്റൽ മിനറൽസ് ഇന്ന് സ്ട്രാറ്റജിക് അസറ്റ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഷോക്കിംഗ് ആയ ഒരു കാര്യം, കേരളത്തിലെ ചില ബീച്ച് ഏരിയാസിൽ നാച്ചുറൽ റേഡിയേഷൻ ലെവൽ സാധാരണ സ്ഥലങ്ങളെക്കാൾ കൂടുതലാണ്. കാരണം ഈ മോണസൈറ്റിൽ തോറിയമുണ്ട്. ഇത് കാരണം ലോകമെമ്പാടുമുള്ള പല സയൻറ്റിസ്റ്റും വർഷങ്ങളായി കേരളത്തിൻ്റെ ചില തീരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ന്യൂക്ലിയർ ഏജ് ആരംഭിച്ചപ്പോൾ ലോകശക്തികൾ തോറിയം റിച്ച് റീജിയൻസ് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ കേരളത്തിൻ്റെ കോസ്റ്റൽ സാൻഡ്സ് ക്വയറ്റ്ലി സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നേടി. ഭാവിയിൽ ഓയിലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്നത് ഡാറ്റ, എനർജി, റെയർ മിനറൽസ് എന്നിവയാണെന്ന് എക്സ്പേർട്സ് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ തീരങ്ങളിൽ കിടക്കുന്നത് സാധാരണ മണലല്ല, അത് ഇന്ത്യയുടെ ഫ്യൂച്ചർ ടെക്നോളജി പവറിൻ്റെ ഒരു ഭാഗമായേക്കാം. അടുത്ത തവണ നിങ്ങൾ കേരളത്തിലെ കറുത്ത മണൽ കാണുമ്പോൾ ഇത് വെറും ബീച്ച് സാൻഡ്സായി കാണരുത്. ഇത് ലോകശക്തികൾ ശ്രദ്ധിക്കുന്ന ഹിഡൻ റിസോഴ്സാണ്. കേരളത്തിൽ ഇങ്ങനെ നമ്മളറിയാത്ത പല ഹിഡൻ ഫാക്ട്സും ഒളിഞ്ഞിരിപ്പുണ്ട്. അതറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.